ജെറുസലേം യാത്രയാണ് സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, താൻ ജെറുസലേമിലേക്ക് സഹനത്തിൻ്റെ നാട്ടിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ താൻ വധിക്കപ്പെടും, സഹിക്കേണ്ടി വരും എന്നൊക്കെ കർത്താവ് പഠിപ്പിക്കുമ്പോൾ സെബദിയുടെ പുത്രന്മാരും സെബദിയും ചിന്തിക്കുന്നത് അവർക്ക് ലഭിക്കുവാൻ പോകുന്ന സ്ഥാനത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ തങ്ങളുടെ മക്കൾക്ക് ഏതൊക്കെ സ്ഥാനം കൊടുക്കണം സെബദി ചോദിക്കും. ഒരാൾക്ക് വലത് സൈഡും ഒരാൾക്ക് ഇടത് സൈഡും. അങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അവർ പരിശ്രമിക്കുക. പക്ഷെ ഈശോ സഹനത്തിലൂടെ കടന്നു പോവുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. ദിവസങ്ങളിൽ ഒത്തിരി ഫോൺ കോളുകൾ വരുന്നുണ്ട്. യുദ്ധം നടക്കുന്നു, ഉണ്ടച്ച പ്രത്യേകം പ്രാർത്ഥിക്കണം, മക്കളൊക്കെ പോയിട്ടേ ഉള്ളൂ, ഒന്നുമായിട്ടില്ല, കടം മാറിയിട്ടില്ല, അവർ പണി ചെയ്ത് കടം മാറ്റണം ഉള്ള സാഹചര്യം ഉണ്ടാക്കണം, തിരിച്ചു വന്നാൽ ഭയങ്കര കഷ്ടപ്പാട്, കടം കയറ്, നൂറ് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും. ഒരു അമ്മയുടെ പ്രാർത്ഥന വ്യത്യസ്തമായിരുന്നതിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു കുർബാനയും തന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഇങ്ങനെയാണ്: എൻ്റെ മകൻ പുറത്താണ്, അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ അച്ഛൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ, ഒരു വിധത്തിലുള്ള തിന്മകളിലേക്ക് അവൻ പോകാതിരിക്കാൻ, ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ അച്ഛൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവർ, ശരിക്കും അമ്മയുടെ ആഗ്രഹം എത്രയോ തീഷ്ണമാണ്. ലോകത്തിൻ്റെ അരൂപിയിലേക്ക് പോകാനല്ല, മറിച്ച് ദൈവത്തെ അറിയുവാൻ. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമായിട്ടുള്ളത്. ഈ ലോകവും അതിൻ്റെ സന്തോഷവും അതിൻ്റെ ലാഭവും നഷ്ടവും ഒക്കെ ഈ ലോകം കൊണ്ട് തന്നെ കടന്നു പോകും. പക്ഷേ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനമെന്ന് കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്കത് മനസ്സിലായിക്കൊണ്ടാണ് മകന് വേണ്ടി ഇങ്ങനെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അവർക്ക് സാധിച്ചത്. അപ്പം അതുകൊണ്ട് നമുക്കും ഇതുപോലെ ആത്മാക്കളുടെ നഷ്ടത്തിന് വേണ്ടിയല്ല, ആത്മാക്കളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ വഴിതെറ്റിപ്പോയാലും ശരി, നമ്മളും മറ്റു പലതും ആഗ്രഹിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നെങ്കിലും ശരി, ഒരു കാര്യം ഓർപ്പിത്തോ, കർത്താവിനോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം സാധിക്കും, എല്ലാം അനുഗ്രഹമായി മാറുകയും ചെയ്യും. ഈ ബലിയർപ്പിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവിനെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനും നമ്മുടെ എല്ലാ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെല്ലാം ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാക്കി തീർക്കുവാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി ദീപൂജയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ നോമ്പുകാലം